അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല പ്രശ്നത്തിലും പെട്ടുപോയവർ, പല ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ, പല സങ്കടങ്ങളും പറയുന്നവർ, അവർ പറയാറുണ്ട്, എന്ത് ചെയ്താലും, ദുനിയാവിൻ്റെ എന്തൊരു ആസ്വാദനത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടാലും, എത്ര കണ്ട് സോഷ്യൽ മീഡിയ സ്ട്രോൾ ചെയ്ത് സന്തോഷത്തിലും ആനന്ദത്തിലും പോയാലും എൻ്റെ ഉള്ളിൽ ആ വിഷമം അതൊന്നും മാറിക്കിട്ടുന്നില്ല, ആ പ്രയാസമൊന്നും നീങ്ങിപ്പോകുന്നില്ല എന്നെല്ലാം പറയാറുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും യഥാർത്ഥത്തിൽ ഭൗതികമായി നമ്മൾ ചിന്തിച്ചാൽ മൃഗങ്ങളുടെ കൂടെ, പക്ഷികളുടെ കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളുടെ മൃഗങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, പ്രകൃതിദത്തമായ കാണാൻ മനോഹരമായ സ്ഥലങ്ങൾ, സൂര്യൻ്റെ ഉദയം, അസ്തമയം, കടൽ, ബീച്ചുകൾ, പാർക്കുകൾ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നു, ശാന്തി കിട്ടുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. അത് ശരിയാണ്. യഥാർത്ഥത്തിൽ നമുക്കൊരു മനസ്സിനൊരല്പം സമാധാനം കിട്ടുന്നുണ്ട് ബീച്ചുകളിലും പാർക്കുകളിലും നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ വലിയ വലിയ കുന്നുകളിലും മലകളിലും നമ്മൾ പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. മൃഗങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ, കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ ഇവിടെ എല്ലാം ഒരു സമാധാനം, ശാന്തി നമുക്ക് ഉണ്ടാകാറുണ്ട്. ശരിയാണ്. പക്ഷേ ആത്യന്തികമായി അതുപോലെ മൊബൈൽ നോക്കുമ്പോൾ ചില ആളുകൾ പറയും, ഞാൻ എന്തിനാ മൊബൈൽ നോക്കുന്നത്, ഞാൻ എന്തിനാ വലിയ സൗണ്ടിൽ. ഈ അടുത്ത കാലത്തൊരു സുഹൃത്ത് ഞാനുമായി തെറ്റിപ്പോയി. എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഫ്രണ്ടായിരുന്നു, ഭയങ്കര അടുപ്പായിരുന്നു, ഭയങ്കര ലോകിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് തെറ്റിപ്പോയി? എപ്പോഴും നോക്കിയാൽ അവൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോയാൽ പിന്നെ ഭയങ്കര ഗും 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 ആ ഒരു പാട്ട് വെച്ചിട്ട് ഭയങ്കരമായ ശബ്ദത്തിൽ അത് കേൾക്കും. അപ്പോൾ അവൻ ചോദിച്ചാൽ പറയാൻ എന്താ പറയുക, ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായ ആനന്ദത്തിലും ഭയങ്കര ഒരു സന്തോഷങ്ങൾ, ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് അറിയാം, ഒരു ഹാപ്പിനെസ്സിൻ്റെ ഹോർമോണുകൾ, ഡോപ്പമിൻ പോലുള്ള ഹോർമോണുകൾ, സന്തോഷത്തിൻ്റെ. അപ്പോൾ ഇവിടെ ഭയങ്കരമായ സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷം ഇത് കിട്ടുന്നെങ്കിൽ അതിൻ്റേതായ ഭയങ്കരമായ ദുഃഖമാണ് അത് വരാനിരിക്കുന്നതിന്. കാരണം അതൊരു ഇമ്പോസിബിൾ അല്ല. ആ ഒരു സന്തോഷം നമുക്ക് നിരന്തരമായി നിൽക്കുകയില്ല. ഏതൊരു തിന്മയും, ഏതൊരു മൊബൈൽ എന്തുകൊണ്ട് നമ്മൾ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, സമാധാനമുണ്ട്. ചില കോമഡികൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, സമാധാനമുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ വേദന എന്താണ്, ഒരു പ്രയാസം എന്താണ്, അതെന്താണ് നീങ്ങിപ്പോകാത്തത്? അത് മൊബൈലൊന്ന് മാറ്റി വെച്ച് നോക്കണം നമുക്ക് പൂർണ്ണമായി അത് അറിയണമെങ്കിൽ. 1-2 ദിവസം നമ്മുടെ ഈ മൊബൈൽ സ്ട്രോൾ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, ഇൻസ്റ്റാഗ്രാം നിരന്തരമായി ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നിർത്തി വെച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഭാരമുണ്ട് നമ്മുടെ ഹൃദയത്തിന്. പലപ്പോഴും അത് തിന്മകളുടെ ഭാരമാണ്. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയുമായി സംസാരിച്ചപ്പോൾ, ഒരു ചെറിയ കുട്ടി, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായി സംസാരിച്ചപ്പോൾ ഈ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഭയങ്കരമായ വേദന ഹൃദയത്തിന്, ഭയങ്കര പ്രയാസം, ഒരു കല്ല് വെച്ചതുപോലെ. ഇത് പലപ്പോഴും കുട്ടികൾ മാത്രമല്ല, വലിയ ആളുകൾ പോലും പറയാറുണ്ട്. ഹൃദയത്തിന് ഭയങ്കരമായ വേദന, ഭയങ്കരമായ പ്രയാസമുണ്ട്, ഒരു കല്ല് വെച്ചതുപോലെ, ഹൃദയത്തിലെന്തോ ഒരു ഭാരം അനുഭവപ്പെടുന്നത് പോലെ. ഇതൊക്കെ നമ്മുടെ പാപത്തിൻ്റെ ഫലമായിട്ടും വരാം. അത് എന്തുകൊണ്ട് ഇതിൽ നിന്ന് സമാധാനം നേടാൻ എന്താ കാട്ടുന്നത് വെച്ചാൽ, ഇവർ പല മൂവികൾ ഇങ്ങനെ കാണാം, പല ഭാഷകളിലെ മൂവികൾ കാണാം, പല സോങ്ങുകൾ കേൾക്കുക, അതും ഭയങ്കര വിഷമകരമായ സോങ്ങുകൾ ഇവർ കേൾക്കുക, എന്നിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ ഒരു സ്നേഹമില്ലാത്തൊരവസ്ഥ, നമുക്കൊരു സെൽഫ് ലവ് എന്നൊക്കെ നമ്മൾ പറയാറില്ല, അങ്ങനത്തെ ഒരു സ്നേഹം, സ്വന്തത്തോടൊരു അഭിമാനം. നമ്മുടെ സൗന്ദര്യവതിയായ കുട്ടികൾ പോലും പറയുന്നത് കേൾക്കാം, ഒരു എന്തിനാ ജീവിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പോകുന്നത്, എന്താ ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്താ നേടിയത്, അങ്ങനെയുള്ള ഒരു നെഗറ്റീവായ ഭയങ്കരമായ തോട്ട്സുകൾ പറയുന്നതായി കേൾക്കാം. അവരുടെ ഹൃദയത്തിൻ്റെ വേദന പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്നതായി കേൾക്കാം. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിന് ഒരു സമാധാനം, ശാന്തിയും ഉണ്ടാകണമെങ്കിൽ ഈ ഒരു വാക്കുകൾ കൊണ്ട് ഒരിക്കലും, പിന്നെ ഈ ഒരു കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ സ്ട്രോൾ ചെയ്യുന്നത് കൊണ്ടോ ഒരിക്കലും നമുക്കൊരു പൂർണ്ണമായ സമാധാനം കിട്ടുകയില്ല. ഈ ദുനിയാവിൻ്റെ നിരർത്ഥകത കൂടിയാണത്. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ഭൗതിക വിഭവങ്ങൾ കൊണ്ട് ചില ആളുകൾ വിചാരിച്ചു പോയി, ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ, ഒരുപാട് വിഭവങ്ങളുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഭയങ്കര സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ചില ആളുകൾ പറയാനുണ്ട്, അമ്പാൻ്റെ എല്ലാം ഒരു ഭാഗ്യം, യൂസുഫലിൻ്റെ എല്ലാം ഒരു ഭാഗ്യം, എത്ര സമ്പത്തിൻ്റെ എന്ത് വേണം പോവുക. പക്ഷേ നമ്മൾ ആലോചിക്കുക, നമുക്കൊരു വീട്, നമ്മൾ ആദ്യമായൊരു വീട് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. ആ വീട് നമുക്ക് ഭയങ്കര സന്തോഷം. ആ കുടിയിരിക്കലിനെ ഒരുപാടും വിളിച്ച് ഒരു പരിപാടിയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കരമായ ടോപ്പമിൻ്റെ ഭയങ്കരമായ ഹോർമോണിൻ്റെ ഉൽപ്പാദനം, തലച്ചോറിൻ്റെ ഭയങ്കരമായ സ്നേഹവും സന്തോഷവും ഒരു ആനന്ദവും ഒരു ആഹ്ലാദവും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ എത്ര നേരം, എത്ര ദിവസം? ആ ദുനിയാവിൻ്റെ നിരർത്ഥകതയാണ് അത് കാണിക്കുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രം, 1-2 മാസം കഴിയുമ്പോൾ നമുക്കൊരു ആനന്ദവും തരില്ല. തീർച്ചയായും നിങ്ങൾ നോക്കുക, ഒരു വണ്ടി, നല്ലൊരു വാഹനം വാങ്ങിയ ഒരു മനുഷ്യരോട് നിങ്ങൾ ചോദിക്കുക, ഞാനൊക്കെ വാഹനം വാങ്ങിയാൽ നമുക്കറിയാം, ഒരു വാഹനം വാങ്ങിയ മനുഷ്യൻ ആദ്യം കിട്ടുന്ന സന്തോഷം എത്രയാണ് ഒരു ആനന്ദം. അതൊന്ന് എടുത്തിട്ട് പോകുമ്പോൾ, ഒന്ന് റോഡിലൂടെ ഒന്ന് ഓടിച്ചു പോകുമ്പോൾ, ഒരു 10-15 കിലോമീറ്റർ പോകുമ്പോൾ, അത് വെച്ചൊരു കുടുംബക്കാരോട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, സമാധാനം എത്രയാണ്. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം, സമാധാനം ഉണ്ടാവും. പക്ഷേ എത്ര കാലം? വളരെ ചുരുങ്ങിയ കാലം, വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ പിന്നെ ഭാര്യയോട് ചോദിച്ചാൽ പോലും അവർ പോലും പറയും, എന്തിനാ വണ്ടിയല്ല, നമുക്ക് വണ്ടിയുടെ ആവശ്യമില്ല, നമുക്ക് എപ്പോഴെങ്കിലും പോകുമ്പോൾ ബസ്സിന് പോകാനും അല്ലേ. അതിൻ്റെ ഒരു സന്തോഷ സമാധാനം പോയി. എന്തുകൊണ്ട് ആളുകൾ വണ്ടി മാറ്റി എടുക്കുന്നു? ഈ അടുത്ത കാലത്ത് നമുക്കൊരു ട്രെൻഡായി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു വണ്ടി കുറച്ച് കാലം ഉപയോഗിക്കുന്നു, 2-3 വർഷം ഉപയോഗിക്കുന്നു, പിന്നെ മാറ്റുന്നു. ഒരു കേടും വന്നിട്ടില്ല, എഞ്ചിന് കേടില്ല, ടയറിന് കേടില്ല, ടയർ വേണം മാറ്റാം, മറ്റു കേടുകളൊന്നും, വലിയ പ്രശ്നങ്ങളൊന്നും അതിനില്ല, എന്തോ ഒരു ഡാമേജ് വന്നിട്ടില്ല, ഒരു ആക്സിഡൻറ്റ് വന്നിട്ടില്ല, ഒരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് മാറ്റുമെന്ന് വെച്ചാൽ, ആ വാഹനത്തിന് ഒരിക്കലും നമുക്ക് നിരന്തരമായൊരു സന്തോഷം, സമാധാനം തരാൻ സാധ്യമല്ല.
ഒരിക്കലുമല്ല. ചില ആളുകൾ ചില പെൺകുട്ടികളൊക്കെ ഒളിച്ചോടുമ്പോൾ ചില ആൾ പറയണം, ഇത്ര സൗന്ദര്യവതിയായിരുന്നു അവളെന്തിനാ ഒളിച്ചോടി, എന്തോ ഒരു പ്രശ്നമുണ്ടോ, ആ ചെറുക്കൻ നേരെ നോക്കിയില്ല അവളെ, അല്ലെങ്കിൽ എത്ര പ്രയാസം. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട വാർത്തയാണ്, 22 വയസ്സായ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് വിവാഹം ചെയ്ത് കൊണ്ടുപോയിട്ട് അവളെ എല്ലാ സ്വർണ്ണവും വിറ്റ് തുളച്ചിട്ട്, അത് മാത്രമല്ല അവളുടെ പേരിൽ അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും കടം വാങ്ങിയിട്ട് അവളുടെ പേരിൽ ലോൺ എടുത്തിട്ട് അവളെ പ്രയാസപ്പെട്ട് അവസാനം അവൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചില ആളുകൾ ഇത് കാണുമ്പോൾ എത്ര സൗന്ദര്യവതിയാണ്, എങ്ങനത്തെ പെൺകുട്ടിയാണ് ഇത്. ഇവളെ മാത്രമല്ല, പലപ്പോഴും ഒളിച്ചോടുന്ന പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടും പറയാറുണ്ട്, ഇത്ര നല്ല കുട്ടി എങ്ങനെ നോക്കണം അവളൊക്കെ കൊണ്ടുപോയിട്ട്, അല്ലേ കാലിൽ വെച്ച് അവളെ തലയിൽ വെച്ച് നോക്കണം എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ കമൻറ്റ് പറയാറുണ്ട് പലപ്പോഴും പല വാർത്തകൾ കാണുമ്പോൾ. പക്ഷേ ഇവിടെ എന്താണ്, എത്ര സൗന്ദര്യവതിയായിരുന്നാൽ പോലും നമുക്കത് എല്ലാ ദിവസവും അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ജീവിക്കുക, അവളിൽ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിക്കുക. പക്ഷേ കുറച്ച് കാലം ഇങ്ങനെ എല്ലാ സുഖങ്ങൾ കാണുമ്പോൾ പിന്നെ നമുക്കൊരു ഒരു ആസ്വാദനം, ആ ആദ്യകാലത്തുണ്ടാകുന്ന ആസ്വാദനം നമുക്കൊരിക്കലും കിട്ടില്ല. എന്നാലും അവളെ ഉപയോഗിച്ച് വേറെ കെട്ടണം എന്നല്ല പറയുന്നത്, മറിച്ച് അത് ദുനിയാവിൻ്റെ നിരർത്ഥകതയാണത്. അതുപോലെ സ്നേഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളെ തമ്മിൽ മവദ്ദത്തും റഹ്മാൻ, അതായത് നിങ്ങളെ സ്നേഹവും കാരുണ്യവും ആയിട്ട് കൊണ്ടാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്. അത് വലിയ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഇണകളായി സൃഷ്ടിച്ചൊന്നും വലിയ ദൃഷ്ടാന്തമാണ്, നിങ്ങളിൽ തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നു എന്ന് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് അതൊക്കെ. പക്ഷേ ഇവിടെ ആദ്യകാലത്തുണ്ടാകുന്ന ആ സ്നേഹം, ഞാൻ അതാ പറഞ്ഞു വരുന്നത്, ആ സ്നേഹം ഒരിക്കലും അത് പൂർണ്ണമായി എല്ലാ കാലത്തും ഉണ്ടാവില്ല. എത്ര സൗന്ദര്യവതിയാണെങ്കിൽ പോലും നമുക്കത് ആ സൗന്ദര്യബോധം നമ്മുടെ ഉള്ളിൽ അത് ആ സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കില്ല അവിടെ കാണുമ്പോൾ. പിന്നെ അവിടെ ഉണ്ടാകുന്ന കാരുണ്യമാണ്. ഇനി മക്കളെ വെച്ച് നമുക്ക് നോക്കാം, നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ, നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എത്രമാത്രം സന്തോഷവും ആനന്ദമാണ്. ഹോസ്പിറ്റലിൽ അടുത്ത കാലത്തുള്ളൊരു വാർത്ത നമ്മൾ കാണും, നിങ്ങളൊക്കെ വായിച്ച് കാണും ചിലപ്പോൾ. ആ കുട്ടിയെ നൽകുന്നതിന് മുമ്പ്, കുട്ടിയെ സ്വീകരിക്കുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു അത്രേ, എൻ്റെ ഭാര്യ അവൾക്ക് എങ്ങനെയുണ്ട്, അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് സിസ്റ്റർമാർ കൂട്ടിക്കൊണ്ടുപോയി അവളെ ദേഹത്ത് കൊണ്ട് പൊട്ടിക്കരിയുന്ന രംഗം നമ്മൾ കണ്ടതാണ്, പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്. അപ്പോൾ ഇവിടെ അത്രമാത്രം ഒരു സ്നേഹം, അങ്ങനെ തന്നെ നമ്മുടെയൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടികളുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ എത്ര സന്തോഷമാണ് ആ കുട്ടി നമുക്ക് നൽകുന്നത്, എത്ര ഒരു ആനന്ദമാണ് നൽകുന്നത്, എന്തൊരു ആശ്വാസവും എന്തൊരു ആഹ്ലാദമാണ് നമുക്ക് ആ കുട്ടി നൽകുന്നത്. പക്ഷേ പതിയെ 1 2 കുട്ടികളായി പതിയെ ഇച്ചിരി വലുതാവും, ഇച്ചിരി മറപ്പും ഇച്ചിരി വികൃതിയൊക്കെ കാണിക്കാൻ കഴിഞ്ഞ് പലപ്പോഴും പറയുന്ന വാക്കുകൾ അനുസരിക്കാതെ വരാൻ കഴിഞ്ഞ് മാതാവിനെയും പിതാവിനെയും ധിക്കരിക്കുന്ന അവസ്ഥ, കൂട്ടുകാരെ മാത്രം ചേർത്ത് പിടിക്കുന്ന അവസ്ഥ, കൂട്ടുകാരുടെ മാതാപിതാക്കളെ ഭയങ്കരമായി ഇതാക്കുന്ന. ഈ അടുത്ത കാലത്തൊരു സുഹൃത്ത് പറഞ്ഞത്, എൻ്റെ മോൻ ഇതുവരെ ഒന്നും എൻ്റെ അങ്ങാടിയിലേക്ക് എന്നെ കൊണ്ടുവിട്ടില്ല, പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ്റെ മാതാവിനെയും പിതാവിനെയും പെങ്ങളെ എല്ലാം അവൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി വിടും. ഭയങ്കര സ്നേഹം അവിടെയൊക്കെ. എന്നോടതില്ല, കാരണം ഞാൻ അവൻ്റെ കയ്യിലിട്ട് വളർത്തി ആ മകൻ. അതങ്ങനെ തന്നെയാണ്, ദുനിയാവിൻ്റെ നിരർത്ഥകതയാണത്. അതങ്ങനെ തന്നെ ഉണ്ടാവും. കുറച്ച് കാലം നമ്മൾ പോറ്റുക, നമ്മുടെ ബാധ്യത നമ്മൾ ചെയ്യുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് അതേപോലെ കിട്ടണം. സ്നേഹം പോലും നമ്മൾ എത്രമാത്രം അങ്ങോട്ട് കൊടുത്താലും അതേപോലെ അതേ ലെവലിൽ ഇങ്ങോട്ട് കിട്ടണം. ഒരിക്കലും വാശി പിടിക്കരുത്. അതുപോലെ അവരെ സ്നേഹിക്കണം, നമ്മൾ വാശി ശാഠ്യം പിടിക്കരുത്, ഒരിക്കലും സാധ്യമല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര വൈറലായിരുന്നു എൻ്റെ ആ ഒരു പോസ്റ്റ്. നിരവധി ആളുകൾ കാണുകയും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ. അത് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പിടിച്ചു വാങ്ങേണ്ടതോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് വാങ്ങേണ്ടതോ നിർബന്ധിച്ച് വാങ്ങേണ്ടതോ ഒന്നുമല്ല. അത് 2 ഹൃദയങ്ങളിൽ അണപ്പൊട്ടുന്ന വികാരമാണെന്ന് ഞാൻ പറഞ്ഞ വാചകം. അത് ശരിയാണ്, അത് അങ്ങനെയാണ്. പിന്നെ എത്ര ബന്ധമായാലും ശരി, എത്ര ഭാര്യയായാലും ഭർത്താവായാലും ശരി, മക്കളായാലും ശരി, നമ്മളെ സുഹൃത്തുക്കളായാലും ശരി, കൂടെ ജോലി ചെയ്യുന്നതായാലും ശരി, മുതലാളിയും തൊഴിലാളിയായാലും ശരി, പരസ്പരം ഒരു ഭയങ്കരമായ ബന്ധം അത് ഹൃദയത്തിൽ അണപ്പൊട്ടുന്നതാണ്. അതങ്ങനെ കിട്ടുന്നതല്ല. ചില ആളുകൾ ഈ അടുത്ത കാലത്ത് പ്രവാചകൻ പറഞ്ഞൊരു വാചകം നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ചില മനുഷ്യർക്ക് ഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകും, ഓട്ടോമാറ്റിക്കലി സ്ഥാനമുണ്ട്. ചില ആളുകൾ നമുക്ക് ഭയങ്കരമായ സ്ഥാനം, ഭയങ്കരമായ ബഹുമാനം, ഫേസ്ബുക്കിൽ ആരെയോ സഹായിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബഹുമാനം, ആദരവൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ഹൃദയത്തിൽ അണപ്പൊട്ടുന്നതാണ്. ഈ പ്രവാചകൻ പറഞ്ഞൊരു വാചകം കാണാം. ചില ആളുകൾ വിചാരിക്കും ജനങ്ങളുടെ മനസ്സിലാൻ ഭയങ്കര ആളാണെന്ന് വിചാരിക്കും, പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു പന്നിയുടെ വില പോലും അവനുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാൻ ഭയങ്കര ആളാണെന്ന് വിചാരിക്കും, ഒന്നുമല്ല അവൻ. സാധാരണ നമ്മളെ പോലത്തെ ആളായിരിക്കും. സാധാരണ കുറവുകളുള്ള മനുഷ്യന് ചിലതായ കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. എല്ലാത്തിനും പരിമിതികൾ, കാഴ്ചക്ക് കേൾവിക്ക് പരിമിതികളുള്ളതുപോലെ നമ്മൾ ചിന്തക്കും ബുദ്ധിക്കും എല്ലാം പരിമിതികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ നിസ്സാരന്മാരാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചാൽ, പലപ്പോഴും ചില വിഷമങ്ങൾ വരുമ്പോൾ ഭയങ്കരമായ ഡിപ്രഷനിലേക്കും ഭയങ്കരമായ പ്രതിസന്ധിയിലേക്കും പോകാറുണ്ട് നമ്മൾ. അങ്ങനെ പാടില്ല. അതേപോലെ ദുനിയാവിൻ്റെ എല്ലാം അങ്ങനെ തന്നെ, വീടും സൗകര്യങ്ങളും എല്ലാം, വലിയ ഫ്ലാറ്റൊക്കെ വാങ്ങിയ ആളുകൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊന്നുമില്ല, പക്ഷേ വലിയ ഫ്ലാറ്റൊക്കെ ഇല്ല ആളുകൾ ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം, ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇഷ്ടംപോലെ കാരണം, എത്ര നമുക്കുണ്ടെങ്കിലും, സമ്പത്ത് ഒരുപാടുണ്ടെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. ഒരു ബെഡ്റൂമിൽ നമുക്ക് ഉറങ്ങാൻ പറ്റൂ, ഒരു കട്ടിൽ ഉറങ്ങാൻ പറ്റൂ, ഒരു വാഹനത്തിൽ ഒരു സമയത്ത് സഞ്ചരിക്കാൻ പറ്റൂ, 2-3 വാഹനത്തിൽ ഒന്നിച്ച് സഞ്ചരിക്കാൻ പറ്റൂ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു സമയത്ത് മാത്രം സന്തോഷ സമാധാനം നൽകൂ, പൂർണ്ണമായി എല്ലാ സമയത്തും അത് തരില്ല. അതുപോലെ ഇതൊക്കെ ഇല്ലാത്ത ആളുകൾ, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അസൂയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒരാൾക്ക് അത് ഉണ്ടെങ്കിൽ അസൂയപ്പെടണോ? വേണ്ട. നമുക്ക് മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഈ ഒരു വിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കണം, നിങ്ങളുടെ ഹൃദയങ്ങൾ വളർത്തിയെടുക്കണം. പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ വലിയ സമ്പത്തും ഒരുപാട് സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം. ഈ ഒരു പ്രവാചകൻ പറഞ്ഞൊരു ഉദാഹരണം, പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു ഉദാഹരണം,
ഒരു മരുഭൂമിയിലൂടെ ഒരു സംഘം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഒരു സംഘം ആളുകൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ചു പോയിട്ട് അവർക്ക് യാത്രാ സംഘമാണ്. പണ്ടത്തെ കാലത്ത് യാത്ര നമുക്കറിയാം, ഇന്നത്തെ പോലത്തെ ഫ്ലൈറ്റും വിമാനങ്ങളും അല്ലെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ നല്ല നല്ല ആധുനിക കാറുകളൊന്നുമില്ല ആ സമയത്ത്. ഇങ്ങനെ നടന്ന് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ഭയങ്കരമായ ദാഹം അനുഭവപ്പെട്ടു, ഭയങ്കര വിശപ്പ് അനുഭവപ്പെട്ടു. പക്ഷെ ഒന്നുമില്ല, മരുഭൂമിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഒരു സംഘം ആളുകൾ. അപ്പോൾ ഇവരിങ്ങനെ ഇനി മരണമില്ലാതെ വേറൊന്നുമില്ല. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് പോയാൽ പണ്ടത്തെ കഥ അങ്ങനെയാണ്, മരണം തന്നെ ലാസ്റ്റ്, മരിച്ച അവിടെ തന്നെ പോയാൽ തന്നെ വേറൊന്നുമില്ല. പക്ഷേ എന്നിട്ട് അവരിങ്ങനെ കാണുമ്പോൾ ഒരു അകലെ നിന്ന് ഒരാൾ വരുന്നു. അകലെ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് ഒരാളിങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി പോകുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വെള്ളം കിട്ടുന്നിടത്താണ് അദ്ദേഹം വന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ ചോദിച്ചു എന്തൊക്കെയുണ്ട്, അങ്ങനെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. പറഞ്ഞു അങ്ങനെ ഇവരെ ഒരു പ്രയാസം കണ്ടിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം, ഒരു പച്ചപ്പുള്ള സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ആ മനുഷ്യൻ പറഞ്ഞു, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു അവർ ആകെ പ്രയാസത്ത് നിൽക്കുക. അവർ പറഞ്ഞു ശരി, ഞങ്ങൾ അനുസരിക്കാം. അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾ അനുസരിക്കാം. അങ്ങനെ അവർ ആ പച്ചപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി, വെള്ളവും സൗകര്യങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് പോയി. അദ്ദേഹം മരുഭൂമിയിൽ നിന്ന് കുറച്ച് അകലെ കൂട്ടിയിട്ട് പോയി. അദ്ദേഹം അങ്ങനെ കൂട്ടിയിട്ട് പോയിട്ട് കുറച്ച് കാലം അവിടെ താമസിച്ചു. അവർ കുറച്ച് കാലം അവിടെ നിന്നു. കുറച്ച് കാലം ഇവിടെ നിന്നിട്ടാകുമ്പോൾ പിന്നെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇതിനേക്കാൾ മനോഹരവുമായ, ഇതിനേക്കാൾ വെള്ളമുള്ള, ഇതിനേക്കാൾ സൗകര്യങ്ങളുള്ള, ഇതിനേക്കാൾ അടിപൊളിയായ സ്ഥലത്തേക്ക് നിങ്ങൾ ഞാൻ കൊണ്ടുപോകാം, അങ്ങ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് ഇതന്നെ കിട്ടിയ വലിയ ഹൈറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നില്ലത്, പിന്നെ ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് വരും. അപ്പോൾ കുറച്ച് ആൾ, ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ കുറച്ച് ആൾ പറഞ്ഞു, ഏടി നല്ല ആളുണ്ടാവും പൊട്ടാളുണ്ടാവും, അമ്മനെ തല്ലേ രണ്ടഭിപ്രായം നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറുണ്ട് അതുപോലെ. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ആൾ പറഞ്ഞു, അല്ല നമ്മൾ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തില്ല, അദ്ദേഹത്തെ അനുസരിക്കാമെന്നും കേൾക്കാമെന്നും അദ്ദേഹം പറഞ്ഞ പോലെ അനുസരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മളിങ്ങോട്ട് തന്നെ ഇദ്ദേഹം എടുക്കണം, നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുറച്ച് ആളുകൾ പറഞ്ഞില്ല, ഞങ്ങൾ പോകുന്നില്ല, നമുക്ക് ഇതന്നെ ധാരാളം, ഇതന്നെ മതി, ഇനി ഇതിൻ്റെ അപ്പുറം കിട്ടുന്നെന്തോ ഉറപ്പ്. എന്നിട്ട് അവർ കുറച്ച് ആളുകൾ അങ്ങനെ തന്നെ നിന്നു. പക്ഷേ കുറച്ച് ആളുകൾ പോയ ആളുകളെ ഇദ്ദേഹം കുറച്ച് ആളുകളെ കൊണ്ടുപോയി. പക്ഷേ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ വലിയൊരു അക്രമ സംഘം വരികയും ഇവരെ പിടിച്ചുകൊണ്ട് പോയി ഒക്കെ ചെയ്തു. ഇവരെ പിടിച്ചുകൊണ്ട് പോയി, ഇവരെ ആക്രമിക്കുന്ന ഒരു രാജാവിൻ്റെ സംഘം വന്നിട്ട് കൂട്ടിക്കിട്ട് പോയി. അപ്പോൾ ഇവിടെ സംഭവിച്ച, അപ്പോൾ അദ്ദേഹം വീണ്ടും ഇവരെ നല്ല സ്ഥലത്തേക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയി. അപ്പോൾ അതുപോലെയാണ് ഈ ദുനിയാവിൻ്റെ അവസ്ഥ. നമ്മൾ ചടിച്ചു നിന്നാലും അവസാനം മരണം വരുമ്പോൾ, മരണമെന്ന ഒരു ഭീകരമായ 3 അക്ഷരത്തിനും നമ്മൾ കീഴടങ്ങേണ്ടി വരുമ്പോൾ നമുക്ക് എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ എല്ലാം നഷ്ടപ്പെടും. നമ്മൾ എത്ര കഷ്ടപ്പെടും. ചില ആളുകൾ കട്ടും മോഷ്ടിച്ചും പലിശക്കെടുത്തും അങ്ങനെ ഭയങ്കരമായ അധർമ്മത്തിലൂടെ സമ്പാദിക്കാറുണ്ട് ഒരുപാട് പണങ്ങൾ. പക്ഷേ എന്തിന്? അതാർക്ക് വേണ്ടി? നമ്മുടെ മക്കൾക്കോ പിന്നെ ചിലപ്പോൾ അത് ഉപകാരത്തിനെത്തില്ല, ചിലപ്പോൾ നമുക്ക് എന്തായാലും ഉപകാരത്തിനെത്തില്ല, മക്കൾക്ക് എത്തിയാലായി ചിലപ്പോൾ എത്തിയില്ലെങ്കില്ല. പക്ഷേ നമ്മൾ കടന്ന കട്ടിലുകൾ അത് മറ്റൊരാളുടേതാകും, നമ്മൾ ഉറങ്ങിയ വീടുകൾ, നമ്മൾ ഓടിച്ച വാഹനം അതെല്ലാം മറ്റൊരാളുടേതാകും. ചിലപ്പോൾ നമ്മുടെ ഭാര്യമാർ പോലും, അവർ ചെറുപ്പമാണെങ്കിൽ വേറെ വിവാഹം ചെയ്ത് വേറെ ആളുടെ കൂടെ ജീവിക്കും. എത്ര ആളുകൾ അങ്ങനെ സംഭവിച്ച് നമ്മൾ കാണുന്നില്ലേ? എത്ര ആളുകൾ 2-3 കുട്ടികളുടെ വേറെ അങ്ങനെ കഴിച്ചിട്ട് വേറെ ആളുടെ കൂടെ അതേ റൂമിൽ അതേ ബെഡ്റൂമിൽ അവർ ഇങ്ങനെ ആയിക്കൊണ്ട് ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ, ഞാൻ പറഞ്ഞത് വിവാഹം ചെയ്തുകൊണ്ട് തന്നെ അധർമ്മത്തിലല്ല ധർമ്മത്തിലൂടെ തന്നെ നല്ല വിവാഹബന്ധത്തിലൂടെ തന്നെ വേറെ ആളുടെ ഇണയായിക്കൊണ്ട് അവർ ജീവിക്കും. ഈ ദുനിയാവിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമ്മുടെ വാഹനം വേറെ ആൾ ഓടിക്കും, നമ്മുടെ വീട് വേറെ ആൾ ഉപയോഗിക്കും, നമ്മുടെ സ്വത്തും നമ്മുടെ ബാങ്ക് ബാലൻസും എല്ലാം മറ്റൊരാളുടെ. അതാണ് ദുനിയാവിൽ നമ്മൾ വിട്ടുപോകേണ്ടി വരും. അപ്പോൾ ഈ ദുനിയാവിൽ കുറച്ച് കാലം മാത്രമേ നമുക്ക് ആയുസുള്ളൂ, വളരെ ചുരുങ്ങിയ കാലം മാത്രം. അപ്പോൾ അതേപോലെ വലിയ സൗകര്യങ്ങൾ കാണുമ്പോൾ, വലിയ ചില ആളുകൾക്ക് നല്ല ഭാര്യമാരെയും സൗകര്യങ്ങളും വീടും വാഹനവും സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട. നമ്മളൊക്കെ മരിച്ച് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. എല്ലാം നമ്മളെ സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന്, നമുക്ക് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെയും അവ്വാബിയുടെയും ചരിത്രം നമുക്കറിയാം. സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക. ഭൂമിയിലേക്ക് പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളെ സൃഷ്ടിച്ചതിനാ ഭൂമിയിലേക്ക്, ഇനി ജാഇലും ഫിൽ അർളി ഖലീഫ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ വചനം, നിങ്ങളെ ഭൂമിയിലേക്ക് ഒരു ഖലീഫ, ഒരു പ്രതിനിധിയെ ഞാൻ നിയോഗിക്കുന്നു. അതേപോലെ ഭൂമിയിൽ നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങൾ കാണുമ്പോൾ ഒരാൾക്ക് സൗകര്യം ഒരു അസൂയപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഒരു ആകുലതപ്പെടേണ്ട ആവശ്യം നമുക്ക് ഒരിക്കലുമില്ല. കാരണം എന്താ? നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ടവരാണ്, തിരിച്ചു പോകേണ്ടവരാണ്. അപ്പോൾ നമുക്കവിടെ മരിച്ചു പോയാൽ അവിടെ നല്ല സൗകര്യം ഉണ്ടാവും. അവിടെ എല്ലാ സൗകര്യങ്ങളും, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കണ്ണ് കൊതിക്കുന്നതെന്തും, കണ്ണുകൾ കൊതിക്കുന്നതും ഹൃദയം കൊതിക്കുന്നതും കണ്ണുകൾ കാണാൻ ആസ്വദിക്കപ്പെടുന്നതുമായ എല്ലാ സൗകര്യങ്ങളും, പാലും തേനും അരുവികളും സ്ത്രീകളും എല്ലാം ഉണ്ട് അവിടെ. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ഒരു പണ്ഡിതൻ പറഞ്ഞ മനോഹരമായ ഉദാഹരണം അദ്ദേഹം പറയുകയാണ്. ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഗ്രാമത്തിൽ നമുക്കറിയാം ചിലപ്പോൾ എല്ലാവരും സമ്പന്നരല്ല. ഗ്രാമത്തിൽ ചെറിയ ചെറിയ വീടുകളുണ്ട്, വലിയ വീടുകളുണ്ട്, അങ്ങനെ ഉണ്ട്. അവിടെ ഒരാൾ മാത്രം വലിയ സമ്പന്നനായ ഒരാളുണ്ട്, വലിയ സമ്പന്നൻ. ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ. ആ വലിയ സമ്പന്നനായ മനുഷ്യൻ, അദ്ദേഹത്തിന് വലിയ വീടുണ്ട്, വലിയ വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പൈസക്കാരൻ. അപ്പോൾ അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് പോയിട്ടാകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല നാടുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് സൈക്കിളിൽ ഭാര്യയും ഭർത്താവും പോകുന്ന അവസ്ഥയുണ്ട്. പല നാടുകളിലും ചവിട്ടുന്ന സൈക്കിൾ പോലും ഇല്ലാത്ത ആളുകളുണ്ട്. പ്രയാസപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. പലപ്പോഴും നമ്മളത് അറിയുന്നില്ല. അങ്ങനെ ഇദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പോയിട്ടാകുമ്പോൾ അവിടെ ആരില്ലേ? അവിടെ കുറച്ച് സമ്പന്നരായ ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് സമ്പന്നരായ ആൾക്കാരുണ്ട്,
അതായത് ഇത്രയൊന്നുമല്ല, അവിടെ ആര് വെച്ചാൽ പടുദാരിദ്ര്യത്തിലാണ്, ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ആളുകളാണ് അവിടെ ഇല്ല. പക്ഷേ അവിടെ കുറച്ച് സമ്പന്നരായ ആളുകളുണ്ട്. അവരെ കാണുമ്പോൾ ബാക്കിയുള്ള ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നിൽക്കുകയാണ്, ബഹുമാനിച്ചോ ആദരവോടെ നിൽക്കുകയാണ്. കാരണം ഇവർ കുറച്ച് പൈസക്കാർ, കുറച്ച് പൈസയിലെ ആൾക്കാർ, കുറച്ച് സമ്പത്തിലെ ആൾക്കാർ, ചെറിയ ചെറിയ വീടൊക്കെ ഉള്ള ആൾക്കാർ, അവർ വലിയ ആൾക്കാർ ആ നാട്ടിൽ പോയിട്ടാകുമ്പോൾ. അപ്പോൾ അദ്ദേഹം ഈ മനുഷ്യൻ ഈ നാട്ടിലെ മറ്റൊരു ഗ്രാമത്തിലെ വലിയ പൈസക്കാരനായ മനുഷ്യൻ അവിടെ പോകുമ്പോൾ എന്താ കാണുന്നത്? അവിടെ കുറച്ച് ആളുടെ വലിയ ആൾക്കാർ ബഹുമാനിക്കുന്നു, കുറച്ച് കുതിര വണ്ടിയും മറ്റേ ഇതും സൗകര്യങ്ങളും വീടൊക്കെ ഉള്ള ആളുണ്ട് അവിടെ കാണുമ്പോൾ. അപ്പോൾ ഇദ്ദേഹത്തിനൊന്നും തോന്നില്ല. കാരണം എന്താ, ഇദ്ദേഹം അതിനേക്കാൾ വലിയ സമ്പന്നനായ ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എവിടെ പോയിട്ടാകുമ്പോൾ ഒന്നും കാണാനോ ഒന്ന് മനസ്സുകൊണ്ട് അവരോടൊന്നും തോന്നുന്നില്ല, ഒരു അസൂയോ ഒരു വിദ്വേഷമോ, വലിയ പൈസക്കാരനാണല്ലോ നമുക്കതില്ലല്ലോ എന്ന് ചിന്തയില്ല. കാരണം ഇദ്ദേഹത്തിന് നാട്ടിലുണ്ട്. അതേപോലെ നമ്മുടെ അവസ്ഥ, നമുക്ക് ഇവിടുന്ന് മരിച്ചു പോയാൽ പരലോകത്ത് നമുക്കുണ്ട് അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ അടിയുറച്ച് വിശ്വാസികളാണെങ്കിൽ, സ്വർഗ്ഗനരകത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകനെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നടത്തുന്നവരാണെങ്കിൽ, ലാഹിൽ അംഗീകരിക്കുന്നവരാണെങ്കിൽ, ഇവർക്ക് നന്മയിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നാളെ മരണത്തിന് ശേഷം സ്വർഗ്ഗമുണ്ട് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ, സ്വർഗ്ഗമുണ്ട് തീർച്ചയാണ്. അന്നാറു ഹക്കുൻ അല്ല ജന്നത്തു ഹക്കുൻ, പ്രവാചകൻ പറഞ്ഞാൽ ജന്നത്തു ഹക്കുൻ അന്നാറു ഹക്കുൻ, സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ്. അതേപോലെ പ്രവാചകൻ പറഞ്ഞൊരു ഒരു വചനം കൂടി കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചവൻ അവന് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവന് ചിലപ്പോൾ സ്വർഗ്ഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാറുകൾ നടത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ ഈ ദുനിയാവിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് പ്രയാസപ്പെടണ്ട. അതുപോലെ ദുനിയാവിൻ്റെ ഇനിയും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആശിച്ച് കഷ്ടപ്പെട്ട് വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. നമുക്കിതൊക്കെ നഷ്ടപ്പെടേണ്ടതാണ്. അതുപോലെ എത്ര തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലും, നമ്മൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ രേഖപ്പെടുത്തി വെക്കും അവൻ്റെ ഭക്ഷണം, ഉപജീവനം, മാതാവ്, പിതാവ്, ഇത്ര ആയസ് എല്ലാം രേഖപ്പെടുത്തി വെക്കും. അവന് ഭാവിയിലുള്ള അവസ്ഥ, കല്യാണം കഴിക്കോ കുട്ടി ഉണ്ടാവും ഇല്ല, ഭാഗ്യവാനോ ഭാഗ്യവാനോ അല്ല അധഭാഗ്യവാനോ എല്ലാം രേഖപ്പെടുത്തി വെക്കും. അവൻ്റെ ഭക്ഷണം, ഉപജീവനം. നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ വെട്ടിപ്പിടിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് ഡിഗ്രി എടുത്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമ്പത്ത് കിട്ടുന്ന ഒരിക്കലും അല്ല. നമ്മളിപ്പോൾ സാധാരണ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 200, 300 രൂപ, 400, 500 രൂപ ശമ്പളം കിട്ടിയിട്ട് നല്ല രീതിയിൽ ഭാര്യയും മക്കളെ നോക്കി ജീവിക്കുന്നവരെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ തന്നെ അതേ വീട്ടിൽ തന്നെ 4, 5 മക്കളായാൽ പോലും അവർ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ട് പോലും ചിലപ്പോൾ നമ്മൾ പ്രയാസത്തിലായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ എല്ലാം ഇത് കൃത്യമായി വീതിച്ച് നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് വീതിച്ച് നൽകുന്ന മനുഷ്യൻ. നമ്മൾ പ്രയാസപ്പെടേണ്ടല്ല, ദുഃഖിക്കേണ്ടല്ല. നമ്മൾ അനാവശ്യമായി അല്ലെങ്കിൽ അധർമ്മത്തിലൂടെ സമ്പാദിക്കേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ കാണുമ്പോൾ നമ്മൾ ആകപ്പാട് അവന് നല്ല സ്ത്രീകളും നല്ല കുടുംബവും നല്ല അന്തരീക്ഷമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഭയങ്കരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഭയങ്കര കപ്പിൾസൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ ക്യാമറ ഓണാക്കി നമുക്ക് അഭിനയിക്കാം. നമുക്ക് നല്ല രീതിയിൽ ക്യാമറ ഓണാക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അഭിനയിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, പ്രയാസമാണോ, ദുഃഖമാണോ, സന്തോഷമാണോ, സങ്കടമാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. കൂടെ ജീവിച്ചിട്ട് പോലും 20 വർഷം ജീവിച്ചിട്ട് പോലും അറിയുന്നില്ല. ചില ആളുകൾ ചില ഇൻഷുറൻസിൻ്റെ ചെറിയ തുകയ്ക്ക് വേണ്ടി, തുച്ഛമായ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തുപ്പിക്കളി അങ്ങനത്തെ ആളുകളെ കണ്ടാൽ. കാരണം അത്രയും മോശപ്പെട്ട മനുഷ്യൻ, ഇൻഷുറൻസിൻ്റെ തുകയ്ക്ക് വേണ്ടി ഭാര്യയും മക്കളെയൊക്കെ കൊന്ന അവസ്ഥ നമ്മൾ കാണാറില്ലേ? അപ്പോൾ എന്തൊരു മനുഷ്യന്മാരാണിത്. അങ്ങനെയൊന്നും ആകേണ്ടതില്ല. നമ്മൾ മരിച്ചു പോയാൽ നമുക്കിത് ഇന്ന് കഴിഞ്ഞു. ചിലപ്പോൾ പ്രവാചകൻ ഒരു ചെറിയ ചെറുപ്പക്കാരനായ സഹാബിയെ വിളിച്ചുകൊണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, എന്ത്, രാവിലെ നീ വൈകുന്നേരം പ്രതീക്ഷിക്കണം, വൈകുന്നേരമായി രാവിലെ പ്രതീക്ഷിക്കണം. അത്രയേ ഉള്ളൂ മനുഷ്യൻ. അതുപോലെ ഓരോ നിസ്കാരത്തിന് സമയത്ത് ഖുശൂ കിട്ടാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞില്ലേ, നമ്മളോട് എന്താ പറഞ്ഞ്, ഇന്ന് ഇത് ലാസ്റ്റ് നമസ്കാരമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കരിക്കുക. അപ്പോൾ നല്ല ഖുശൂ കിട്ടും. ചില ആളുകൾ ചോദിക്കും എങ്ങനെ ഖുശൂ കിട്ടുന്ന? സുന്നത്തിനെ ധാരാളമായി വർദ്ധിപ്പിക്കുക, ധാരാളം ദിക്റും ദുആ ചെല്ലുക. മത്സ്യം എത്രമാത്രം വെള്ളത്തിനെടുത്ത് പുറത്തിട്ടാൽ പ്രയാസപ്പെടുന്നുവോ അത്രമാത്രം ദിക്റുകൾ കൊണ്ട് നാവിനെ ചലിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ നല്ല ഖുശൂ കിട്ടും, നല്ല ശ്രദ്ധ കിട്ടും. നമുക്കെല്ലാം വലിയ കിട്ടുന്നതല്ല, പക്ഷേ കിട്ടും. നമ്മൾ ശ്രമിച്ചാൽ, കുറച്ച് ശ്രമിച്ചാൽ ചെറിയ രീതിയിൽ കിട്ടും. അതുപോലെ നമ്മൾ നാവിനെ ചലിപ്പിക്കുക. അതുപോലെ വലിയ ആയസ്, ഒരുപാട് ആയസുണ്ടെന്ന് വിചാരിക്കാണ്ടിരിക്കുക. പലപ്പോഴും പല ആളുകളും പല കടത്തിലും കണിയിലും വീഴുന്നതും വലിയ സ്വപ്നങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആയസുണ്ടെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെയില്ല. ചിലപ്പോൾ എത്ര ആളുകൾ, എത്ര കുട്ടികളാണ് മരിച്ചു പോയത്, എത്ര ചെറുപ്പക്കാരാണ് മരിച്ചു പോയത്, എത്ര പ്രായം കുറഞ്ഞവരാണ് മരിച്ചു പോയത്. 25-30 ഇടയിൽ എത്ര അറ്റാക്കുകൾ. 16 വയസ്സായ കുട്ടി അറ്റാക്കായി നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചില്ലേ, 16, 12 വയസ്സുള്ള ആളുകൾ. അപ്പോൾ നമുക്ക് ഒരുപാട് ആയസിന് നമ്മൾ ചിന്തിക്കേണ്ട, വളരെ കുറിഞ്ഞത്. ഇതെന്തിനാണ് ചിന്തിക്കുന്നത്, ഇങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വെച്ചാൽ നമുക്ക് നല്ല സ്വഭാവം നന്നാവും, നല്ല പെരുമാറ്റം വരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആരോടും അസൂയയും വെറുപ്പും വിദ്വേഷവും പകയും ഉണ്ടാവുകയില്ല. നല്ല മനുഷ്യനെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ നല്ല ക്വാളിറ്റി ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറും. ഇത് കണ്ട് മക്കൾ നല്ല രീതിയിൽ ഉണ്ടാകും, മക്കൾ നല്ല രീതിയിൽ പെരുമാറും. ഇതൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി.